മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ ലീഗ് ഹൗസിന് മുന്നിലും കോഴിക്കോട് ടൗണിലും പോസ്റ്ററുകൾ. ലീഗ് ആരുടെയും തറവാട് സ്വത്തല്ല, പുതിയ നേതാക്കൾക്ക് അവസരം നൽകൂ, നേതൃമാറ്റ ആവശ്യവുമായാണ് ബാഫക്കി സ്റ്റഡി സർക്കിളിന്റെ പേരിലുള്ള പോസ്റ്ററുകൾ. മുനമ്പം വഖഫ് ഭൂമിയല്ലെന്ന് പറയാൻ വി.ഡി. സതീശനെ അയച്ച ലീഗ് നേതാവിനെ മാറ്റണമെന്നും പോസ്റ്ററിൽ ആവശ്യമുണ്ട്. ലീഗിനുള്ളിൽ രാഷ്ട്രീയ കലാപം മൂർച്ഛിക്കുകയാണ്. സമസ്ത വിഷയത്തിലും വഖഫ് വിഷയത്തിലും നിലപാടെടുക്കാൻ ലീഗിന് ആവുന്നില്ലെന്നതാണ് പ്രധാനം. അണികൾക്കിടയിലും നേതൃത്വത്തിനിടയിലും പോഷക സംഘടനകൾക്കിടയിലും അസ്വാരസ്യം രൂക്ഷമായി പൊട്ടിത്തെറിയിലേക്ക് എത്തിത്തുടങ്ങി. ഏറ്റവും അവസാനം സമസ്ത മുശാവറ യോഗത്തിന് മുന്നേ ലീഗ് ഹൗസിലും കോഴിക്കോട് ടൗണിലും ബാഫക്കി സ്റ്റഡി സർക്കിളിന്റെ പേരിൽ ഇറങ്ങിയ പോസ്റ്ററുകൾ ലീഗിലെ ചില നേതാക്കളുടെ അപ്രമാദിത്വത്തിന് നേരെയുള്ള രൂക്ഷമായ വിമർശനം തന്നെയാണ്. ഞാനും അപ്പൻ തമ്പുരാനും സുഭദ്രയും പോലെ ലീഗ് ഒരു തറവാട് സ്വത്തല്ല, ഒറ്റക്കൊരാളും പടുത്തുയർത്തിയതുമല്ല, പുതുതലമുറ പാർട്ടിയെ നയിക്കട്ടെ എന്നാണ് ഒരു പോസ്റ്ററിലുള്ളത്. PK കുഞ്ഞാലിക്കുട്ടിക്കും തങ്ങൾ കുടുംബത്തിനുമെതിരെയുള്ള കലാപത്തിന്റെ ആദ്യ വിത്താകും ഈ പോസ്റ്ററുകൾ. വഖഫ് വിഷയത്തിൽ കാരാത്തൊട്ടെ മുതലാളിയുടെ കുതന്ത്രങ്ങൾ സമസ്ത മുശാവറ തിരിച്ചറിയുക എന്നാണ് മറ്റൊരു പോസ്റ്റർ. മുനമ്പം വഖഫ് ഭൂമി തന്നെ എന്നതും പോസ്റ്ററിലുണ്ട്. മുനമ്പം വഖഫ് ഭൂമിയെക്കുറിച്ച് വഖഫ് ഭൂമിയല്ലെന്ന് പറയാൻ വി.ഡി. സതീശനെ നിയോഗിച്ച നേതാവിനെതിരെയും രൂക്ഷ വിമർശനമാണ് പോസ്റ്ററിലുള്ളത്. ദേശീയ തലത്തിലെ യൂണിവേഴ്സിറ്റികളിലെ MSF കൂട്ടായ്മയായ ബാഫക്കി സ്റ്റഡി സെന്റർ പുതിയ തലമുറയുടെ ലീഗ് നേതൃത്വത്തിനെതിരെയുള്ള രൂക്ഷമായ വിമർശനവുമായാണ് രംഗത്തെത്തിയിട്ടുള്ളത്. സമസ്ത വിഷയത്തിലായാലും വഖഫ് വിഷയത്തിലായാലും ലീഗിനിത് പ്രതിസന്ധിയുടെ കാലഘട്ടമാണ്. വിലക്കുകളുടെ വാറോലകൾ കൊണ്ട് ആദർശശാലികളുടെ വായ് മൂടിക്കെട്ടാമെന്ന് വ്യാമോഹിക്കേണ്ട എന്നുള്ള മുന്നറിയിപ്പ് കൂടി ലീഗിന് ലഭിച്ചിരിക്കുന്നു. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ഫിറോസ് കൂട്ടാലിയുടെക്കൊപ്പം PV ജോഷില.